നമസ്കാരം. എല്ലാ മാധ്യമപ്രവർത്തകരെയും ജോറ കൈ തട്ടുക എന്ന തമിഴ് ചിത്രത്തിൻ്റെ പ്രസ് മീറ്റിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മെയ് 16 തിയേറ്ററിലെത്തിയാണ് തമിഴ്നാട്ടിലും ഒപ്പം തന്നെ കേരളത്തിലും ജോറ കൈ തട്ട് എന്ന തമിഴ് ചിത്രം. വാമ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ബാനറിൽ സാക്കിർ അലിയാണ് ചിത്രം നിർമ്മിക്കുന്നത്. ശരവണ പ്രൊഡക്ഷൻസും കൂടിയുണ്ട്. ചിത്രത്തിൻ്റെ രചനയും സംവിധാനം നിർവഹിക്കുന്നത് വിനീഷ് വില്യനുമാണ്. വിനീഷ് ഇതിനു മുമ്പ് കല്ലായി FM എന്ന മലയാള ചലച്ചിത്രം സംവിധാനം ചെയ്തിട്ടുണ്ട്. ശ്രീനിവാസൻ, ശ്രീനാഥ് ബാസിയൊക്കെ അഭിനയിച്ച മലയാള ചിത്രം. അതുകൂടാതെ തമിഴിൽ ഏറെ ഹിറ്റായ തീ കുളിക്കും പശ്ചിമരം എന്ന ചിത്രത്തിൻ്റെ സംവിധാനം കൂടിയാണ് ഇദ്ദേഹം. പ്രസ് മീറ്റിൽ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ സാക്കിർ അലി വാമ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ബാനറിൻ്റെ ഉടമ, അതോടൊപ്പം പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നുമുണ്ട്. സാക്കിർ അലി പ്രസ് മീറ്റിൽ പങ്കെടുക്കുകയാണ്. പിന്നെ നമ്മുടെ ഒരു പ്രധാന നടൻ, നിങ്ങൾക്ക് എവർക്കും അറിയാം, അടുത്തിടെ സംവിധായകനായി ഒരു ചിത്രം റിലീസായി, പ്രൊഡ്യൂസറായി ഒരു ചിത്രം റിലീസായി. സംവിധായകനാവും ഉടൻ തന്നെ. തമിഴില് മലയാളത്തെക്കാൾ ഉപരി തമിഴ്നാട്ടിൽ പിടിച്ചാൽ കിട്ടാത്തൊരു നടനാണ്. അതുകൊണ്ട് തന്നെ ജോറ കയ്യെ തട്ടിക്കുന്ന പ്രധാന വേഷം ചെയ്തിട്ടുണ്ട്. ഹരീഷ് പേരടി എന്ന നടനെയും സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പ്രസ് മീറ്റിലേക്ക്. പിന്നെ നമ്മുടെ നായിക ശാന്തി റാവു. ശാന്തി ശരിക്കും ഹൈദരാബാദാണ് സ്വദേശമെങ്കിലും തെലുങ്കും മലയാളവും തമിഴും ഒക്കെ അറിയാം. അത്യാവശ്യം ഭംഗിയായി സംസാരിക്കും, മിക്സ് ചെയ്തുകൊണ്ട്. തെലുങ്ക് ചിത്രങ്ങളിൽ ഫേമസ് ആണ്. ഒട്ടേറെ ചിത്രങ്ങൾ ചെയ്തു, തമിഴിലും ചെയ്തു. മലയാളത്തിൽ ഒരു ചിത്രം റിലീസാകാനുണ്ട് ചെയ്തത്. ഇപ്പോൾ ഈ തമിഴ് ചിത്രത്തിൽ ഹീറോയിനാണ്. പിന്നെ ഇവർക്കും അറിയാം ഇതിലെ നായകൻ ജോഗി ബാബു. എല്ലാവരും ചോദിച്ച ചോദ്യം യോഗി ബാബു എന്ത് ചെയ്യുന്നതാണ്. പെട്ടെന്ന് പിടിച്ചാൽ കിട്ടാത്തൊരു വ്യക്തിയാണ് അദ്ദേഹം എന്ന് പലർക്കും അറിയാം. അദ്ദേഹത്തെ കൊണ്ടുവരിക അത്ര എളുപ്പമല്ല, നല്ല തിരക്കുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് അദ്ദേഹം എത്തിയിട്ടില്ല. ഏതായാലും DOP കൈകാര്യം ചെയ്ത മധുവം പാട്ടാണ്. അങ്ങനെ ഒരുപാട് പ്രശസ്ത ടെക്നീഷ്യൻസ് ഇതിൻ്റെ പിന്നിലുണ്ട്. മെയ് 16 തിയേറ്ററിലാണ്. അപ്പോൾ അതിൻ്റെ പത്രസമ്മേളനം ആരംഭിക്കുകയാണ്. ഡയറക്ടർ തന്നെ ചിത്രത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങും. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിനീഷ് വില്യന്, കോഴിക്കോട് സ്വദേശിയാണ്. ജോറ കയ്യത്തട്ടിങ്ക എന്ന സിനിമയുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. അറിയാം, യോഗി ബാബു എന്ന തെന്നിന്ത്യയിലെ തന്നെ, ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും തിരക്കേറിയതും പ്രശസ്തനുമായിട്ടുള്ള ഒരു ഹാസ്യതാരം അപൂർവമായി ചില നായക കഥാപാത്രങ്ങൾ ചെയ്യാറുണ്ട്. അതിൽ നിങ്ങൾക്കൊക്കെ അറിയാം, മണ്ടേല എന്ന് പറഞ്ഞ സിനിമ നമ്മളെ കേരളത്തിലൊക്കെ തന്നെ നെറ്റ്ഫ്ലിക്സിലൂടെ വളരെ ഹിറ്റായ ഒരു സിനിമയാണ്. അതിനുശേഷം പിന്നീട് 1-2 നായക കഥാപാത്രങ്ങൾ അദ്ദേഹം പാരഞ്ജിത്തിൻ്റെ ബോട്ട് എന്ന സിനിമയിൽ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ഈ മുംബൈ നായിക എന്ന് പറഞ്ഞ സിനിമയിൽ ചെയ്തു. പിന്നെ ബോട്ട് എന്ന് പറഞ്ഞ സിനിമയിൽ ചെയ്തു. പിന്നീട് ഞങ്ങളുടെ സിനിമയിലാണ് നായകനായിട്ട് വരുന്നത് കഴിഞ്ഞ 2 വർഷത്തിനിടയിലുള്ള. അപ്പോൾ പറഞ്ഞു വരുന്നത്, അദ്ദേഹത്തിനെ നായകനാക്കി നിറയെ സിനിമകളിൽ അദ്ദേഹം തിരക്കുള്ള കഥാപാത്രമാണെങ്കിലും നായകനായിട്ട് അവതരിക്കുന്നത് വളരെ അപൂർവമായിട്ട് മാത്രമാണ്. അപ്പോൾ ഈ സിനിമയിൽ അങ്ങനെ നായകനാക്കി ഒരു അവസരം നമ്മുടെ സിനിമയ്ക്ക് കിട്ടി, ഞങ്ങൾക്ക് കിട്ടി. അദ്ദേഹം നായകനാവാം എന്ന് പറഞ്ഞു തന്നെയായിരുന്നു ഞങ്ങളുടെ സിനിമ എടുക്കാനുള്ള ഞങ്ങളുടെ പ്രചോദനം. അപ്പോൾ 2-2.5 വർഷം നീണ്ട ആ ഷൂട്ടിംഗ് എന്ന് പറയുന്നത് നമ്മുടെ മലയാള സിനിമ പോലെയല്ല. തമിഴ് സിനിമ പല ഘട്ടങ്ങളിലായിട്ടാണ് പലപ്പോഴും ഷൂട്ട് ചെയ്യുക. സാമ്പത്തികവും എല്ലാം ഉൾപ്പെടെ ഉണ്ടായാൽ പോലും 1-1.5 വർഷം ഒരു സിനിമ പൂർത്തിയാവാനെടുക്കും. അപ്പോൾ അങ്ങനെ അത് പൂർത്തിയാക്കി. ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത, ഈ സിനിമയുടെ നിർമ്മാതാവായ സാക്കിർ അലി മലയാളിയാണ്. അദ്ദേഹം കോഴിക്കോട് സ്വദേശിയാണ് എന്നുള്ളതാണ്. അപ്പോൾ പിന്നീട് 1-2 ഹരീഷ് ചേട്ടനെ പോലുള്ള, ഹരീഷ് ചേട്ടൻ പക്ഷേ ഞങ്ങളെ മലയാളി എന്നുള്ള നിലയ്ക്ക് അല്ല ഈ സിനിമയിൽ ഭാഗമായത്. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ കേരളത്തിൽ ഉള്ളതിനേക്കാൾ അധികം പ്രശസ്തിയും ആരാധകരും അദ്ദേഹത്തിന് തമിഴ്നാട്ടിലുണ്ട്, തെലങ്കാനയിലുണ്ട്, ആന്ധ്രയിലുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു കൊമേഴ്ഷ്യൽ എലിമെൻ്റ് എന്നുള്ള നിലയ്ക്കാണ് ഹരീഷ് ചേട്ടനെ ഞങ്ങൾ ക്ഷണിക്കുന്നത് നമ്മുടെ ഈ പ്രൊജക്റ്റിലേക്ക്. ഒരു പോലീസ് വേഷമാണ് അദ്ദേഹം ചെയ്യുന്നത്. ഒരു മജീഷ്യൻ്റെ സ്റ്റോറിയാണ്. ഒരു സാധാരണക്കാരനായ കാലഹരണപ്പെട്ട, മാജിക് എന്ന് പറയുന്നതിന് കാലഹരണപ്പെട്ട് നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലെ ഒരു മജീഷ്യൻ്റെ ഒരു കഥാപാത്രമാണ് യോഗി ബാബു ചെയ്യുന്നത്. അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അസാധാരണമായ ചില സംഭവങ്ങൾ, അയാൾ അതിനെ എങ്ങനെ ഫേസ് ചെയ്യുന്നു, അതിനെ മറികടക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് സിനിമയുടെ കഥാതന്തു. അപ്പോൾ യോഗി ബാബു എന്ന ആ വ്യക്തി ഏറ്റവും തിരക്കുള്ള ആളാണെന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിന് ഇവിടെ എത്തിക്കണം എന്നുള്ള വലിയൊരു ആഗ്രഹം നമുക്കുണ്ടായിരുന്നു. പക്ഷേ സമയപരിമിതി അദ്ദേഹത്തിന് സാധിച്ചില്ല. എന്നാലും വരാൻ ശ്രമിക്കും എന്നുള്ളൊരു
വാഗ്ദാനം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ ഏത് സമയവും ഇന്നല്ല മറ്റേത് ദിവസങ്ങളിലും അദ്ദേഹം അപ്രതീക്ഷിതമായി വന്നേക്കാനുള്ള സാഹചര്യവുമുണ്ട്. വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ എല്ലാ സഹകരണവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വീണ്ടും കാണാനുള്ളൊരു അവസരത്തിന് വേണ്ടിയിട്ട് തൽക്കാലം ഞാൻ ഇത്ര പറയുന്നു. ബാക്കി വിശദാംശങ്ങൾ നിങ്ങളുടെ ചോദ്യോത്തരങ്ങളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ പ്രൊഡ്യൂസർ രണ്ടു വാക്ക് പറയാൻ വേണ്ടി സംസാരിക്കും. നമസ്കാരം, എൻ്റെ പേര് സാക്കിർ അലി. ജോറ കയ്യത്തട്ടുക എന്ന ഹലോ തമിഴ്നാട്ടിൽ റിലീസാവുന്നത് പോലെ തന്നെ അതേ ഡേറ്റ് തന്നെ മെയ് 16 കേരളത്തിലും റിലീസാവാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും വലിയ സപ്പോർട്ട് വേണം തീർച്ചയായിട്ടും. ഓക്കെ, നമസ്കാരം. ഞാൻ ഈ ജോറ കയ്യത്തട്ടുങ്ക എന്നൊരു സിനിമയിലേക്ക് വിനീഷിനെ വിളിക്കുമ്പോൾ വലിയ സന്തോഷം തോന്നിയിരുന്നു. കാരണം സ്വാഭാവികമായിട്ടും വിനീഷ് ഡയറക്റ്റല്ല ആദ്യം വിളിക്കുന്നത്. അങ്ങനെ ഒരു കമേഴ്ഷ്യൽ രീതിയിൽ തന്നെയാണ് അതിൻ്റെ കോള് വരുന്നത്, എൻ്റെ മാനേജർ അടുത്ത് വരുന്നു, അങ്ങനെയൊക്കെ തന്നെയാണ് വന്നത്. പിന്നീടത് വിനീഷുമായിട്ട് സംസാരിക്കുന്ന രീതിയിലേക്കായി മാറുകയായിരുന്നു. അപ്പോഴാണ് വലിയ സന്തോഷം തോന്നിയത്. ഞാൻ കളിച്ച് വളർന്ന, നാടകം കളിച്ച് വളർന്നതിൻ്റെ കോഴിക്കോടിൻ്റെ മണ്ണിൽ നിന്നുള്ള ഒരു സംവിധായകൻ. അയാളൊരു തമിഴ് സിനിമ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞ ആളാണ്. അയാൾ വീണ്ടും ഒരു തമിഴ് സിനിമ സംവിധാനം ചെയ്യുന്നു, അതും യോഗിയെ വെച്ച് ചെയ്യുന്നു. അപ്പോൾ അതിലൊരു പ്രധാന കഥാപാത്രം ചെയ്യാൻ വിളിക്കുന്നു. അപ്പോൾ നമുക്കൊരു വല്ലാത്ത സ്നേഹമുണ്ട്. നമ്മൾ നിറയെ തമിഴ് സിനിമയൊക്കെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും നമ്മളെ നാട്ടുകാരനായ ഒരാൾ നമ്മളെ ഒരു തമിഴ് സിനിമയിലേക്ക് വിളിക്കുക എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രസമാണ്. പിന്നെ അതിൻ്റെ പ്രൊഡ്യൂസറാണെങ്കിൽ അദ്ദേഹം കോഴിക്കോട്ടുകാരനാണ്, മലയാളിയാണ്. അപ്പോൾ അതൊക്കെ ഒരു വലിയ രസമായിരുന്നു ഈ സിനിമയിലേക്ക് എത്തിപ്പെടാൻ. പിന്നെ യോഗി ബാബു, ഞാൻ എൻ്റെ ആദ്യത്തെ തമിഴ് സിനിമ ഞാൻ പറയുന്ന നമ്മുടെ ആണ്ടവൻ കിട്ടില്ല എന്ന് പറയുന്ന വിജയ് സേതുപതിയോടൊപ്പമുള്ള ആ സിനിമയാണ് എനിക്ക് തമിഴൊരു ബ്രേക്ക് എന്ന സിനിമ. ആ സിനിമയിൽ രണ്ടാമത്തെ നായകനായിട്ട് അഭിനയിച്ച ആളായിരുന്നു യോഗി ബാബു. അന്ന് മുതലേ ഉള്ള ബന്ധമാണ്. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് നിറയെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഒരു 10ഓളം സിനിമകൾ അല്ലാതെ തന്നെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം യോഗിയായിട്ടുള്ളൊരു ബന്ധം എന്ന് പറഞ്ഞാൽ അന്ന് മുതലേ ഉള്ളൊരു നല്ല ബന്ധമാണ്. അപ്പോൾ അത് ഈ സിനിമയിലാണെങ്കിൽ അദ്ദേഹത്തോടൊപ്പം ഒരുപാട് നേരം ദിവസങ്ങൾ അദ്ദേഹത്തോട് വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഏതാണ്ട് ആ സിനിമ എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത്, ഈ മെയ് 16 ചെന്നൈയിൽ 3 പടങ്ങളാണ് തമിഴ്നാട്ടിൽ റിലീസ്. ഒന്ന് സൂര്യയുടെ പടം, ഒന്ന് സന്താനത്തിൻ്റെ പടം, ഒന്ന് യോഗിയുടെ പടം. ഇവർ 3 പേരും തമിഴ് സിനിമയിലെ കൊമേഡിയന്മാരായിരുന്ന ആളുകളാണ്. അവർ 3 പേരും നായകന്മാരായിട്ട് വരുന്ന പടം അവിചാരിതമായിട്ട് ഒരേ ദിവസം റിലീസാകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതിൻ്റെയും കൂടെ ഒരു ഭംഗി ഉണ്ട്. ഇവരൊക്കെ തമ്മിൽ ആരോഗ്യപരമായ മത്സരം എന്ന് വേണം നമുക്കതിനെ പറയാം. എല്ലാവരും നല്ല ബന്ധത്തിലുള്ള ആളുകളാണ്. അപ്പോൾ അതിന് വിനീഷിനെ സംബന്ധിച്ചോളം ആ വിനീഷിൻ്റെ ആ പേര് ചെന്നൈയിൽ എല്ലാവരും നോട്ട് ചെയ്യുന്ന രീതിയിലേക്ക് എത്തിപ്പെടുകയാണ് ആ ഒരു ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ. അതൊക്കെയാണ് സിനിമയെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് വലിയ സന്തോഷം നൽകുന്നത്. ഇവർ ചെന്നൈയിൽ എനിക്ക് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയില്ലായിരുന്നു. 2 ദിവസം മുന്നേ ആയിരുന്നു ചെന്നൈയിലെ പരിപാടി. അന്ന് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം അന്ന് മറ്റൊരു ഷൂട്ട് കാരണം എത്തിപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ എത്തിപ്പെട്ടതെല്ലാം സന്തോഷം അംഗീകരിക്കുന്നു. നമുക്ക് ശാന്തിയുടെ വർത്തമാനം കേൾക്കാം. മലയാളത്തിൽ സംസാരിച്ചോളൂ. എല്ലാവരും ഓക്കെ. താങ്ക് യു സർ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശാന്തി റാവ്. സർ പറഞ്ഞ പോലെ 2 days മുമ്പ് ചെന്നൈയിലെ തമിഴ് ഫിലിം ജോറ കയ്യത്തട്ടിൻ്റെ പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു. I don't think I ever dreamt कि ഈ ഫിലിം മലയാളത്തിൽ റിലീസ് ആവും. ആൻഡ് ഐ തിങ്ക് ഇപ്പോൾ ഇത് എൻ്റെ മലയാളം ഡെബ്യൂ ആവാൻ പോകുന്നത്. സോ ഇറ്റ്സ് ബിക്കം എ ബിഗ് തിങ് ഫോർ മീ. Vineet sir, thank you so much for this. And Zakir sir, thank you so much. I'm really looking forward because ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഇതിൻ്റെ മുമ്പ് പറഞ്ഞു കേരള is second home for me. ആൻഡ് എനിക്ക് ഒരുപാട് ഒരു ഡ്രീം ഉണ്ടായിരുന്നു ഐ ഹാവ് ടു വർക്ക് ഇൻ മലയാളം സിനിമ. ഈ രീതിയിൽ ഞാൻ ഇത്ര പെട്ടെന്ന് ഐ വിൽ കം ഇൻ ടു ദിസ് ഐ നെവർ തോട്ട്. സോ ഐ എം വെരി എക്സൈറ്റഡ്. താങ്ക് യു ടു മൈ ടീം ആൻഡ് ടു മൈ കോ ആക്ടേഴ്സ്. ദാറ്റ് ടു യോഗി ബാബു സർ കൂടെ എല്ലാവർക്കും അറിയാം ദാറ്റ് ഹീസ് വൺ ഓഫ് ദ ഫൈനസ്റ്റ് ആക്ടേഴ്സ് ഇൻ ദ കൺട്രി റൈറ്റ് നൗ.
And Yogi Babu Jekude, oppositely, I'll be working. I didn't think about it. At the same time, Nare actors under. Sir, I didn't get to share screen space with you, but looking forward, sir. Ingine, I didn't think that you will be introducing me. So thank you so much for this. So yeah, I'm very excited. Definitely എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് കി മൂവി റിലീസ് ആയിട്ട് പിന്നെ തിരിച്ച് വീണ്ടും എല്ലാവരും വന്നിട്ട് വിൽ മീറ്റ് യു ഓൾ ആൻഡ് വിൽ ടോക്ക് മോർ അബൌട്ട് ഇറ്റ്. താങ്ക് യു സോ മച്ച്. ഹരിശേട്ടാ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ കാലഹരണപ്പെടുക അല്ലെങ്കിൽ മറന്നുപോവുകയും മാഞ്ഞു പോവുകയും ചെയ്ത ഒരുപാട് കലാരൂപങ്ങളുണ്ട്. അതിലൊന്നാണ് ഇപ്പം മാജിക്കും. ഇപ്പം മാജിക് എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ടൊക്കെ തിരുവോരങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ കണ്ടുവരുന്ന ഒരു കലയായിരുന്നു മാജിക് എന്ന് പറയുന്നത്. അപ്പം ഈ സിനിമയിലെ മാജിക് എങ്ങനെയാണ് പ്രേക്ഷകരിലേക്ക് എത്താൻ? എന്ത് മാജിക്കാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്? അത് സിനിമയുടെ കണ്ടു കഴിഞ്ഞിട്ട് പറയേണ്ട കാര്യമാണ്. എങ്കിലും നിങ്ങൾ പറഞ്ഞതുപോലെ മാജിക്കിൽ ഒരു നമുക്ക് വിട്ടുപോയ ഒരുപാട് സംഗതികൾ നമ്മൾ വളരെയധികം ആഘോഷിച്ച അല്ലേ, PC സർക്കാർ സാറിനെ പോലെയുള്ള പ്രദീപ് വിട്ടീനെ പോലെയുള്ള പ്രദീപേട്ടനൊക്കെ നമ്മളെ കോഴിക്കോട്ടെ പ്രധാനപ്പെട്ട മാജിക്കിൻ്റെ ഒരാളായിരുന്നു. അപ്പം കുറച്ചുകൂടെ കഴിയുമ്പോൾ ടെക്നോളജി ഇങ്ങനെ വളരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതായിരുന്നു അന്ന് അവർ കാണിച്ച മാജിക് അല്ല, ഈ ടെക്നോളജി വെച്ചിട്ടായിരുന്നല്ലേ. പക്ഷെ അന്നത് മാജിക്ക് തന്നെയാണ്. അപ്പം മാജിക്കിൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ ടെക്നോളജിയെ തോൽപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മജീഷ്യൻ, അങ്ങനെയുള്ളൊരു മജീഷ്യൻ്റെ കഥയാണ്. അപ്പോൾ ആ കഥയിലേക്ക് വരുന്ന ഒരുപാട് കഥാപാത്രങ്ങളും ഒക്കെയാണ് അതിലെ പ്രധാന കഥാസന്ദർഭം എന്ന് പറയുന്നത്. പ്രൊഡ്യൂസറിനോടാണ് ഇപ്പോൾ എല്ലാവരും സ്വന്തം ഭാഷയിൽ ആദ്യം ഒരു സിനിമ ചെയ്യുക അല്ലെങ്കിൽ അത് വിജയമാക്കുക എന്നാണ് ആദ്യം ചിന്തിക്കുക. എന്തുകൊണ്ടാണ് തമിഴിലേക്ക് പോയൊരു ചിത്രം പ്രൊഡ്യൂസ് ചെയ്യാം എന്നൊരു ഐഡിയയിലേക്ക് എത്തിയത്? ഈ കണക്കുകളൊക്കെ കേട്ട് പേടിയുണ്ടോ? കണക്ക് കേൾക്കുന്ന മുന്നാണ് നമ്മൾ ഈ പ്രൊജക്റ്റിൻ്റെ ആലോചനയൊക്കെ നടക്കുന്നത്. ആദ്യത്തിൽ നമ്മളിത് മലയാളത്തിൽ ചെയ്യാനാണ് ഉദ്ദേശിച്ചിരുന്നത്. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് പിന്നെ നമ്മുടെ ഡയറക്ടർ വിനീഷ് ഇതിനു മുന്നേ ഒരു പടം ചെയ്തിരുന്നു, തീ കുളിക്കും പച്ചൈമരം എന്ന് പറഞ്ഞിട്ട്. അതിൽ യോഗി ബാബു ഒരു അന്ന് തുടക്കത്തിലാണ് ചെറിയൊരു വേഷം ചെയ്തിരുന്നു. അപ്പോൾ ആ ബന്ധം വെച്ചിട്ട് ഈ കഥാപാത്രത്തിന് അനുയോജ്യമായൊരു ആക്ടറാണ് യോഗി ബാബു എന്നുള്ളൊരു ഐഡിയ നമ്മളെ ചർച്ചയിലൂടെ വന്നപ്പോൾ വിനീഷ് ബന്ധപ്പെട്ട്. അപ്പം പിന്നെ യോഗി ബാബു അതുവരെ ഇവർ തമ്മിൽ കോണ്ടാക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ വിനീഷ് ഒരു കോൾ ചെയ്തപ്പോൾ തന്നെ വിനീഷിനെ മനസ്സിലാക്കുകയും ആ ശബ്ദം കേട്ട് മനസ്സിലാക്കുകയും യോഗി ബാബു ചെന്നൈയിലേക്ക് ക്ഷണിക്കുകയും അങ്ങനെ ഞങ്ങൾ യോഗി ബാബുവിനെ പോയി കണ്ട് ഒരു 10 മിനിറ്റ് കഥ പറയുകയും വിനീഷിനോടുള്ള കമ്മിറ്റ്മെൻ്റ് കൊണ്ട് ഡേറ്റ് തരികയും ഈ സിനിമ ചെയ്യാൻ തയ്യാറാവുകയും ചെയ്തു. അപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ മലയാളത്തിൽ പടം ചെയ്യുന്നതിനെക്കാട്ടും സേഫ്റ്റി ഒന്നും കൂടിയും തമിഴ് തന്നെയാണെന്നുള്ള രീതിയിൽ തമിഴ് ചെയ്യാൻ തീരുമാനിക്കുന്നു. പ്രൊഡ്യൂസറോടാണ് എത്ര തിയേറ്ററിൽ സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്? തമിഴ്നാട്ടിൽ 120ഓളം തിയേറ്ററാണ്, ഇവിടെ ഒരു 40ഓളം തിയേറ്റർ ഉണ്ടാവും. ഹരീഷേട്ടന് നാടകത്തോടാണോ കൂടുതൽ ഇഷ്ടം അതോ സിനിമയോടാണോ? ഇപ്പോഴും സിനിമയിൽ വന്നതിന് ശേഷം നാടകം കണ്ടിന്യൂ ചെയ്യുന്നുണ്ടല്ലോ? ഇല്ല, നാടകം കുറച്ചായിട്ട് ചെയ്യാറില്ല. ഒരു 2007 സ്റ്റോപ്പ് ചെയ്തതാണ്. അപ്പം അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് സിനിമകളിലേക്ക് വന്നതുകൊണ്ടാണ്. കാരണം നാടകം ചെയ്യാൻ നമുക്ക് നല്ലൊരു സമയം വേണം. ആ സമയം നമ്മൾ അതിനു വേണ്ടി മാറ്റി വയ്ക്കുമ്പോൾ സിനിമ പോലെ പെട്ടെന്ന് പോയി ചെയ്യാവുന്നൊരു സൈസല്ല. ഒരുപാട് സമയം വേണ്ടതുകൊണ്ട് മാത്രം മാറ്റി വെച്ചതാണ്. പിന്നെ നാടകം ഞാൻ അത്രയും അധികം കളിച്ചു കഴിഞ്ഞതാണ്. അപ്പം അതുകൊണ്ട് സിനിമയിലേക്ക് വരുന്നു. പിന്നെ വേറൊരു സത്യാവസ്ഥ എന്താ വെച്ചാൽ നാടകത്തിനെക്കാട്ടും സാമ്പത്തികമായിട്ട് നല്ല വ്യത്യാസമുള്ളൊരു സ്ഥലമാണ് സിനിമ. സിനിമയിലിപ്പോൾ നാളെ നാടകത്തിലാണത്. ഞാൻ എപ്പോഴും പറയുന്ന കേസാണ്, നാടകം കാണാൻ ആളുകൾ വരും, ഒരു തിയേറ്റർ ഉണ്ടാക്കണം. ടിക്കറ്റ് എടുത്ത ആളുകൾ നാടകം കാണാനുള്ള തിയേറ്റർ എല്ലാ ജില്ലകളും ഉണ്ടായിക്കഴിഞ്ഞാൽ നാടകക്കാരൊക്കെ ടാക്സ് അടയ്ക്കുന്നവരായി മാറും. അപ്പം അങ്ങനെ നാടകങ്ങൾ ജനങ്ങൾ ഇങ്ങനെ കാണാൻ തുടങ്ങുമ്പോൾ കൂടുതൽ കൂടുതൽ സാമ്പത്തിക ഇതൊക്കെ വ്യത്യാസപ്പെടും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ തിരിച്ച് നാടകത്തിലേക്ക് പോക്ക് ചെയ്യുമോ? എല്ലാവരും, ഞാൻ മാത്രമൊന്നുമല്ല. അങ്ങനെയൊക്കെ സംഭവിക്കാം. പുതിയൊരു തലമുറ നാടകത്തിന് പാഷനായിട്ട് കാണുമോ? എങ്ങനെ? പുതിയൊരു തലമുറ നാടകത്തിന് പാഷനായിട്ട് കാണുമോ? എന്താ പുതിയ തലമുറയ്ക്ക് എന്താ കാഴ്ചല്ലേ? സിനിമയിലോട്ടല്ലേ ഫോക്കസ് ചെയ്യുന്നത്? അത് സിനിമ മാത്രം ഉള്ളത് കൊണ്ടല്ലേ, നിങ്ങൾക്ക് കിട്ടാനില്ലാത്തത് കൊണ്ടല്ലേ. നാടകം നിങ്ങളുടെ തൊട്ടടുത്ത് കിട്ടാനുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ നാടകം ഒന്ന് കാണും. നിങ്ങൾക്ക് അമ്പലപ്പറമ്പിൽ മാത്രമുള്ള ഒരു കളി മാത്രമൊന്നുമല്ല നാടകം. നാടകം എന്ന് പറഞ്ഞാൽ സിനിമയേക്കാൾ എത്രയോ 20 കൊല്ലം മുൻപാണ് ഇപ്പോഴും നടക്കുന്നത്.
സിനിമ പോലും പല പരീക്ഷണവും നാടകത്തിൽ നിന്നാണ് എടുക്കുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പല സിനിമകളിലും എത്രയോ സംഭവങ്ങൾ വന്നു പോയി കഴിഞ്ഞതല്ല. പല പല എത്രയോ നാടകങ്ങളിൽ നിന്നല്ലേ സിനിമകളൊക്കെ ഉണ്ടായി വന്നത്. ഹരിച്ചേട്ടാ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നമ്മുടെ അമ്പലപ്പറമ്പുകളിലായാൽ പോലും പഴയതുപോലെ ആൾക്കാർ വരുന്നില്ല, അല്ലെങ്കിൽ നടക്കുന്ന പ്രോഗ്രാംസ് എല്ലാം വളരെ കുറച്ച് ആൾക്കാർ മാത്രമായിരിക്കും നാടകമായാലും ഗാനമേളയായാലും എന്തിനും ഒരു പങ്കാളിത്തമുള്ളത്. അത് ഈ പറഞ്ഞ പോലെ അവൈലബിലിറ്റി ഇല്ലാഞ്ഞിട്ടല്ലല്ലോ, ആൾക്കാർക്ക് അപ്പോൾ സിനിമയോട് മാത്രമുള്ള ഒരു പാഷൻ ആയതുകൊണ്ടാണോ? അല്ല, സിനിമ കാണാൻ ആളില്ലല്ലോ. സിനിമ കാണാൻ ആളില്ലാത്തത് കൊണ്ടല്ല അങ്ങോട്ട് പൈസ കൊടുത്ത്, നിങ്ങൾക്കറിയാലോ എങ്ങനെയാണ് ആദ്യത്തെ ദിവസം സിനിമ ഇവിടെ നടത്തുന്നത്. ഇതൊക്കെ സത്യമല്ല, ഇതൊക്കെ ഇതിന് മൂടി വെക്കുന്നത് നമ്മൾ. ആളുകൾക്ക് അങ്ങോട്ട് പണം കൊടുത്ത് ഓരോ ഗ്രൂപ്പിലും ടിക്കറ്റ് ഫ്രീ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് ആളുകൾ കയറി വരുന്നത്. അതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു സിനിമ ഒന്ന് കയറി കൊളുത്തി കിട്ടിയാൽ അതിൽ പിന്നെ 4-3 ദിവസം കഴിഞ്ഞ് ആളുകൾ വരുന്നു. സിനിമ കാണാൻ ആളില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സിനിമ OTT കിട്ടാനുണ്ട്, ഇതിലുണ്ട്. അപ്പോൾ ആ ബിസിനസ് നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് വരാത്തത്. അതേപോലെ തന്നെ ഇപ്പം നിങ്ങൾ ചോദിച്ച പോലെ നമുക്ക് ഒരുപാട് ഇതുണ്ട്, എന്താ പറയുക, അമ്പലപ്പറമ്പിലേക്ക് പഴയ പോലെ നാടകം കാണാൻ ആളുകൾ എത്താത്തതും പല ഗാനമേളയാണെങ്കിലും എന്താണെങ്കിലും അതിന് ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ പുറത്തുള്ളത് കൊണ്ട് മാത്രം. പണ്ട് അങ്ങനെയല്ലല്ലോ. നമുക്കൊരു വിരൽ ഞെക്കിക്കഴിഞ്ഞാൽ ലോകം മുഴുവൻ നമ്മുടെ കയ്യിലിരിക്കുന്ന കാലത്ത് ആ വ്യത്യാസം ഉണ്ടാവും. അത് ഏതൊരു കലയ്ക്കും ഉണ്ടാവും. എന്തായാലും മെയ് 16 സിനിമ ഇറങ്ങുകയാണ്. അപ്പോൾ മലയാളത്തിലും കുറേ ചിത്രങ്ങൾ ഇറങ്ങുന്നുണ്ട് അന്ന് തന്നെ. അപ്പം കാണാൻ വരുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് നിങ്ങൾ പോയിട്ട് എല്ലാവരും ഈ സിനിമ കാണുക. കേരളത്തിൽ പ്രത്യേകിച്ച് 40-40 തിയേറ്ററുകളിൽ ഈ സിനിമ ഉണ്ട്. യോഗി ബാബു എന്ന് പറഞ്ഞ നടനെക്കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. ഏത് ടൈപ്പ് ക്യാരക്ടറും ചെയ്യുന്നൊരു മനുഷ്യനാണ്. അസാധ്യ നടനാണ് അദ്ദേഹം. വളരെ കോമഡി ആയിട്ടും ചെയ്യും, അതേസമയത്ത് വളരെ സീരിയസ് ആയിട്ടുള്ള, ഇപ്പം നേരത്തെ പറഞ്ഞ പോലത്തെ സിനിമകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞ സിനിമകളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ വളരെ രസകരമായൊരു ക്യാരക്ടറാണ്. പിന്നെ വിനീഷിൻ്റെ അദ്ദേഹം ഒരുപാട് സമയമെടുത്ത് ആലോചിച്ചെടുത്ത് ചെയ്ത സിനിമയാണ്. പിന്നെ ഇതിൻ്റെ പിന്നിലുള്ള ക്യാമറാമാൻ എന്ന് പറയുന്നത് മധു അമ്പാട്ട് സാറാണ്. നമുക്കറിയാലോ, നമുക്ക് വൈശാലി പോലെയുള്ള, അമരം പോലെയുള്ള സിനിമകളൊക്കെ തന്ന മധു അമ്പാട്ട് സാറാണ് അതിൻ്റെ ക്യാമറാമാൻ. അങ്ങനെ ഒരുപാട് നല്ല ടെക്നീഷ്യൻസ് വർക്ക് ചെയ്ത രസകരമായൊരു സിനിമയാണ്. അപ്പം നിങ്ങൾ പോയിട്ട് കാണുക, കണ്ടിട്ട് അതിൻ്റെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുക, ഞങ്ങളെ വിവരം അറിയിക്കാം. ഞാൻ ഡയറക്ടർ കൊടുക്കാം. സിനിമയിൽ വരുന്ന വയലൻസിന്റെ അതിപ്രസരം, അതിനെ കുറിച്ച് എന്താണ് ഡയറക്ടർക്ക് പറയാനുള്ളത്? ഇപ്പൊ വരുന്ന സിനിമകൾ, ഇപ്പൊ ലാസ്റ്റ് വന്ന ഹിറ്റ് ആണെങ്കിൽ തന്നെ ഒരു 45 മിനിറ്റ്സ് ഒക്കെ വയലൻസ് തന്നെയാണ്, കംപ്ലീറ്റ് വയലൻസ്. അപ്പൊ അത് പിന്നെ കുട്ടികളെ ബാധിക്കുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നു. വയലൻസിന്റെ അതിപ്രസരം തീർച്ചയായിട്ടും എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. പുതിയ കാലഘട്ടത്തിൽ ലഹരി പോലുള്ള ദുരുപയോഗം തീർച്ചയായിട്ടും അത് സിനിമയെയും സ്വാധീനിക്കുന്നുണ്ടെന്നുള്ളതും വലിയ ചർച്ചയ്ക്കൊന്നും ഇടയില്ലാത്ത വിധത്തിൽ സത്യസന്ധമായ കാര്യമാണ്. ഇപ്പോൾ അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ നമുക്കത് ഒരു കോൺട്രവേഴ്ഷ്യൽ ആയാലും അത് പറയാതിരിക്കാൻ വയ്യ. സെൻസർ ബോർഡുകളുടെ ഓരോരോ സിനിമയോടുള്ള സമീപനം എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അതെന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് യാതൊരു ധാരണയുമില്ല. അത് തമിഴിലായാലും ശരി, മലയാളത്തിലായാലും ശരി. തല തെറിച്ച് പോകുന്ന, ഒരു വാളുകൊണ്ട് വെട്ടിയാൽ തല 4ആയിട്ടും അല്ലാതെയായിട്ടും ചെതറിത്തെറിച്ച് പോകുന്ന രംഗങ്ങൾക്ക് വരെ ക്ലീൻ UO അല്ലെങ്കിൽ UAO കിട്ടിയ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതേസമയം ഒരു പാവപ്പെട്ടവനെടുത്ത അല്ലെങ്കിൽ ഇടത്തരക്കാരായിട്ടുള്ള സംവിധായകരോ ബാനറുകളോ പ്രൊഡക്ഷൻ കമ്പനികളോ എടുത്ത സിനിമകൾക്ക് വളരെ നിസ്സാരമായ തെറ്റുകൾക്ക് പോലും UAO AO ചാർത്തി കൊടുക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കിട്ടിയ ഒരു സിനിമയുടെ ഇരയാണ് ഞാൻ. തീ കുളിക്കും എന്ന് പറയുന്ന 12-13 വർഷം മുൻപ് എടുത്തിരുന്ന, ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യരുത് എന്ന് കലയോടുള്ള എന്തോ ഒരു തെറ്റായത് എന്ന് പിന്നീട് ഞാൻ വ്യാഖ്യാനിക്കുന്ന, അറിഞ്ഞുകൊണ്ട് തന്നെ വ്യാഖ്യാനിക്കുന്ന ഒരു അഭിനിവേശം കൊണ്ട് കോംപ്രമൈസ് ഇല്ലാതെ ചെയ്ത ഒരു സിനിമയായിരുന്നു അത്. അപ്പോൾ കിട്ടി, A for വയലൻസ്. അപ്പോൾ പിന്നീട് ഞാൻ പിന്നീട് ഇറങ്ങിയ പല സിനിമകളും കണ്ടു. ഞാൻ എടുത്തു പറയാനൊന്നും എനിക്ക് മടിയില്ല. രജനീകാന്ത് സാറിൻ്റെ ആയാലും വിജയ് സാറിൻ്റെ ആയാലും അവരുടെ പല സിനിമകളിലും അതിഭീകരമായ രക്തരൂഷിതമായ രംഗങ്ങൾ കാണുമ്പോൾ ആ പല രംഗങ്ങളും UA പോയിട്ട് U പോലും കിട്ടിയ സന്ദർഭങ്ങൾ ഞങ്ങൾ അത്ഭുതപ്പെടുത്തി. ഇപ്പം ഈ സിനിമയിൽ പോലും സിനിമ UA 13+ ആണ് ഞങ്ങൾക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ്. അത് വെച്ച് പരിശോധിക്കുമ്പോൾ ഞങ്ങളുടെ ഇപ്പോൾ നിങ്ങളുടെ നമുക്ക് ചർച്ചയ്ക്ക് വേണ്ടി പറയാവുന്നതാണ്. അത് മയിര് എന്ന വേർഡാണ് മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അത് ഇവിടെ കുറേ കൂടി ഒരു തെറിവേർഡായിട്ട് നമ്മൾ കണക്കാക്കും. പക്ഷേ
അത് ഭാഷാശാസ്ത്രപരമായിട്ട് രോമം എന്നാണ് അതിൻ്റെ അർത്ഥം, നമുക്കൊക്കെ അറിയാം. അത് താരതമ്യേന ലഘൂകരിക്കപ്പെട്ട ഒരു ശകാരവാക്ക് മാത്രമാണ് തമിഴ്, പക്ഷെ അത് മ്യൂട്ട് ചെയ്യപ്പെടാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പോലും താരതമ്യേന അത്രത്തോളം ഒട്ടും ഗുരുതരമല്ലാത്ത കാര്യങ്ങൾ പോലും അതിൻ്റെ മുകളിൽ മ്യൂട്ട് വെച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് UA സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളൊക്കെ കാണുന്ന തമിഴ് സിനിമകളിലൊക്കെ ഏറ്റവും ചുരുങ്ങിയത് UAയോ AO കിട്ടിയില്ല. ആ U എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് തന്നെ അവിടെ 10% സിനിമകൾക്ക് പോലും ഉണ്ടാവില്ല. പക്ഷെ സംഭവിക്കുന്നത് അങ്ങനെയാണ്. സമീപകാലത്തുണ്ടായ വിവാദം നിങ്ങൾക്കറിയാം, ഒരു മലയാളത്തിലൊരു വലിയ സിനിമയായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ തീർച്ചയായിട്ടും പുനഃപരിശോധിക്കപ്പെടേണ്ട, ചർച്ച ചെയ്യപ്പെടേണ്ട സംഗതിയാണ്. 100% അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ വളരെ ഗുരുതരമായ ഏകപക്ഷീയവും വികലവുമായിട്ടുള്ള പല നടപടികൾ തുടർന്നു കൊണ്ടേയിരിക്കപ്പെടും. അതിന് പിന്നിലെ എന്താണ് കാര്യകാരണങ്ങളെന്ന് മീഡിയ തന്നെയാണ് ചർച്ചയിലോട്ട് കൊണ്ടുവരേണ്ടത്. ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട്, നമ്മുടെ ഈ സിനിമ പരമാവധി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി, കാരണം ഹരീഷേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ തമിഴ് സിനിമയിലെ അതിപ്രശസ്തരായിട്ടുള്ള താരങ്ങളാണ് യോഗി ബാബു, സൂരി, സന്താനം. നമ്മൾ പലരും ചർച്ച ചെയ്യുന്നത് യോഗി ബാബുവിനെ കുറിച്ചാണ്, പക്ഷെ മറ്റു രണ്ടുപേരും വേറെ തരത്തിലൊക്കെ വളരെ വലിയ ഹൈപ്പുള്ള താരങ്ങളാണ്. ഈ താരങ്ങൾ നടുക്ക് സിനിമയോടൊപ്പം ഞങ്ങളുടെ സിനിമ റിലീസ് ചെയ്യണം എന്നുള്ള അതിശക്തമായ തീരുമാനം ഞങ്ങളുടെ എൻ്റെ പ്രൊഡ്യൂസറിനായിരുന്നു. ആ പ്രൊഡ്യൂസറുടെ ശക്തമായ പിന്തുണ ഉണ്ടായപ്പോൾ, കാരണം ഒരു സിനിമയുടെ ആത്യന്തികമായ അവസാന വാക്ക് എന്ന് പറയുന്നത് പ്രൊഡ്യൂസറാണ്. പ്രൊഡ്യൂസർ കവിഞ്ഞ് ഒരാൾ പോലും മേലെയല്ല. എന്നാണോ മേലെ വന്നത് അന്ന് ആ ഇൻഡസ്ട്രി നശിക്കുമെന്നുള്ളതാണ്. ഇത് വ്യക്തി എന്നുള്ളതല്ല, ആ ഡെസിഗ്നേഷൻ. നമ്മളെല്ലായ്പ്പോഴും നമ്മളിവിടെ ഇരിക്കുന്നതിന് പോലുള്ള കാരണങ്ങൾ പോലും പ്രചോദനം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, നിദാനം എന്ന് പറയുന്നത് പ്രൊഡ്യൂസറാണ്. അതിൽ കവിഞ്ഞതായ ഏതൊരു സ്റ്റാർഡമിനെയും, അത് സാങ്കേതിക പ്രവർത്തകരാവട്ടെ അഭിനേതാക്കളാവട്ടെ, ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പ്രോത്സാഹിക്കപ്പെട്ട സന്ദർഭങ്ങളിലൊക്കെ സിനിമ എന്നേക്കുമായി നാശത്തിൻ്റെ സൂചനകൾ കാണിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്ന സൂചന, എൻ്റെ സിനിമയ്ക്ക് പ്രൊഡ്യൂസർ നൽകിയ ഒരു അന്യഭാഷ നാട്ടിൽ ചെന്നിട്ട് ഒന്നും അറിയാത്ത ഒരു ചുറ്റുപാടിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു സിനിമ പൂർത്തിയാക്കി. ഇത്രയും ജൈജാൻറ്റിക് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളോടൊപ്പം ഞങ്ങൾ സിനിമ റിലീസ് ചെയ്യാൻ തീരുമാനിക്കുന്നു. PVR ആണ് തമിഴ്നാട്ടിൽ റിലീസ് ചെയ്യുന്നത്. കേരളത്തിൽ ഗോകുലം ഗ്രൂപ്പിൻ്റെ സബ്സിഡിയറി കമ്പനിയായിട്ടുള്ള ഡ്രീം ബിഗാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് നല്ല ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കിട്ടിയെങ്കിലും വലിയൊരു റിസ്ക്കാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഞങ്ങളുടെ ആ ഒരു ഉദ്യമത്തിന് നിങ്ങളുടെ പൂർണ്ണമായ പിന്തുണ കേരളത്തിലും ഉണ്ടാവണമെന്ന് ഞാൻ പ്രത്യേകമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു. ഓക്കെ, നമ്മുടെ പത്രസമ്മേളനം അവസാനിക്കുകയാണ്. അപ്പം മെയ് 16-ാം തീയതി